വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു KC's ക്ലാസ്സസ്. KC's ക്ലാസ്സസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ദിസ് ഇസ് കിരൺ CS. കേരള PSC ജൂനിയർ അക്കൗണ്ടന്റ് കാറ്റഗറി നമ്പർ 363 364 2025 ഈ ഒരു പോസ്റ്റിന്റെ സ്മാർട്ട് സ്റ്റഡി വീഡിയോസ് നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. നമ്മൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സ്റ്റഡി പ്ലാൻ വീഡിയോ 100 ഡേയ്സിന്റെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തുടനെങ്കിൽ കാണാം. അതിനുശേഷം നമ്മൾ മൊഡ്യൂൾ വൈസ് അനാലിസിസ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓരോ മൊഡ്യൂളും അപ്രോച്ച് ചെയ്യേണ്ട രീതി എങ്ങനെയാണ്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് നമ്മൾ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്, എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്ത് പഠിക്കണം, ഏതൊരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുമ്പോഴാണ് നമുക്ക് ഏറ്റവും ഹൈ സ്കോറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുക, ഇതൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ വീഡിയോയിൽ 9ാമത്തെ മൊഡ്യൂളായിട്ടുള്ള മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത്, നമ്മുടെ സ്ഥാപനം കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള എല്ലാ പോസ്റ്റുകൾക്കും ഓൺലൈൻ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്ന സ്ഥാപനമാണ്. നമ്മുടെ ആപ്പിലൂടെയാണ് ക്ലാസ്സസ് അവൈലബിൾ ആവുക. ലൈവ് സെഷൻസ്, റെക്കോർഡഡ് സെഷൻസ്, PDF നോട്ട്സ്, MCQ പ്രാക്ടീസസ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ, ഇതൊക്കെ നമ്മുടെ കോച്ചിങ്ങിൽ ഇൻക്ലൂഡഡ് ആണ്. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് കേരള PSC കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള പോസ്റ്റുകൾ ക്രാക്ക് ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ 9ാമത്തെ മൊഡ്യൂള് മാർക്കറ്റിംഗ് മാനേജ്മെന്റ് ആണ്. കുട്ടികൾക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ള ഒരു സബ്ജക്റ്റാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഈ ഒരു സബ്ജക്റ്റ് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു തോന്നലുണ്ടായിരിക്കും. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, കഴിഞ്ഞ 2-3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് പോകുമ്പോൾ ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് ചോദ്യങ്ങൾ വന്നിട്ടുണ്ടായിരുന്ന ഒരു മൊഡ്യൂളാണ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഒക്കെ പ്രാക്ടിക്കൽ ചോദ്യങ്ങൾ, അത് മാത്രമല്ല നേരത്തെ പറഞ്ഞ പോലെ സ്റ്റേറ്റ്മെന്റ് രൂപത്തിൽ ഡെപ്തിലുള്ള ചോദ്യങ്ങൾ, ഓരോ റിയൽ എക്സാമ്പിൾസ് ഈ കൺസെപ്റ്റ് ആയിട്ട് മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് കഴിഞ്ഞ പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ BCom ബേസ്ഡ് ആയിട്ടുള്ള പല പോസ്റ്റുകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറിൽ മാർക്കറ്റിംഗ് മാനേജ്മെന്റിൽ നിന്ന് വരുന്നത്, അല്ലാണ്ട് ഡിറക്റ്റ് ചോദ്യം ഒരെണ്ണം പോലും വന്നിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ആക്ച്വൽ കൺസെപ്റ്റ് ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രമേ ഇതിൻ്റെ ഒക്കെ ആൻസറിലോട്ട് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ അതിൻ്റെ സിലബസിലോട്ട് പോകുമ്പോൾ നമുക്ക് ആദ്യം തന്നെ മാർക്കറ്റിംഗ് ഓഫ് പ്രൊഡക്ട്സ് ആൻഡ് സർവീസസ്, ഇൻട്രോ, കൺസ്യൂമർ ബിഹേവിയറിനെ പറ്റിയുള്ള കാര്യങ്ങൾ, പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻ, CRM, അതുപോലെ തന്നെ മാർക്കറ്റ് സെഗ്മെന്റേഷൻ, പ്രോഡക്റ്റ് മീനിങ്, പിന്നെ കൺസെപ്റ്റ് ഓഫ് പ്രോഡക്റ്റ് ഐറ്റം, പ്രോഡക്റ്റ് ലൈൻ, PLC, സ്റ്റേജസ്, പുഷ് പുൾ മിക്സ്, ടൈപ്സ് ഓഫ് പ്രൊമോഷനിലുള്ള പല കാറ്റഗറൈസേഷൻ കാണാൻ പറ്റും. അപ്പോൾ അത്യാവശ്യം ലെങ്തി ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട് ഇതിൽ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ചോദ്യങ്ങൾ വരുന്ന ആ ഒരു രീതി എങ്ങനെയാണെന്നുള്ളത് ആദ്യം കാണാം. അപ്പോൾ ഞാൻ ഏറ്റവും പിന്നിൽ നിന്ന് വരാണെങ്കിൽ, പ്രൊമോഷനിൽ നിന്ന് എല്ലാ പ്രാവശ്യവും നമ്മൾ അഡ്വർടൈസിങ്, പേഴ്സണൽ സെല്ലിംഗ്, സെയിൽസ് പ്രൊമോഷൻ, ഇതൊക്കെ കൂടിയിട്ട് പ്രൊമോഷനിൽ നിന്ന് 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ, മിക്കതും ഒരെണ്ണം എന്തായാലും ഉണ്ടായിരിക്കും, ഒരു ചോദ്യമാണ് കണ്ടുവരാറ് പ്രൊമോഷനെ റിലേറ്റ് ചെയ്തിട്ട്. ചിലപ്പോൾ മാത്രം 2 എണ്ണം വരെ വരാം. ഓക്കെ, പിന്നെ പുഷ് ആൻഡ് പുൾ സ്ട്രാറ്റജീനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം എല്ലാ പേപ്പറിലും വരാറുണ്ട്. കമ്പൽസറി ആയിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടതാണ്. പിന്നെ പ്രോഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങളാണ് ഒരുപാട് വരാറ്. അതിൽ PLCയുടെ കൺസെപ്റ്റ് നന്നായിട്ട് നോക്കണം, അതിൻ്റെ സ്റ്റേജസ്, PLCയുടെ മൊത്തം കാര്യങ്ങൾ, അതിലിപ്പോൾ ഓരോ സ്റ്റേജിലും എങ്ങനെയാണ് നമ്മൾ പ്രൈസ് ഫിക്സ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളിൽ കണ്ടുവരാറ്. അത് ഏതെങ്കിലും ചിലപ്പോൾ റിയൽ ലൈഫ് എക്സാമ്പിളിൽ ഏതെങ്കിലും ഒരു പ്രോഡക്റ്റ് മിക്സ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ പലപ്പോഴും വരാറുണ്ട്. ദെൻ പ്രോഡക്റ്റ് എന്താണ്, അതിൽ പ്രൊഡക്റ്റ് ലൈൻ്റെ കൺസെപ്റ്റ് ആവട്ടെ, അല്ലെങ്കിൽ ഡ്യൂറബിൾ അല്ല പലതരത്തിലുള്ള സംഭവങ്ങളില്ലേ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ, പ്രൊഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യങ്ങൾ 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ പലപ്പോഴും വരുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പ്രൊഡക്റ്റ് ലൈഫ് സൈക്കിളും കൂടിയും ഇൻക്ലൂഡ് ചെയ്ത് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ 2 to 3 ക്വസ്റ്റ്യൻസ് പ്രോഡക്റ്റിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള വരുന്നുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രൊഡക്റ്റ്. ഓക്കെ, 3 ചോദ്യങ്ങൾ വരെ വരുന്നുണ്ട്. ഓക്കെ, പിന്നെ നെക്സ്റ്റ് നമുക്ക് റിപ്പീറ്റ് ആയിട്ട് കണ്ടുവരുന്നൊരു ഏരിയ എന്ന് പറയുന്നത് CRM ആണ്, കസ്റ്റമർ റിലേഷൻഷിപ്പ് മാനേജ്മെൻറ്റ്. ഒരു ചോദ്യം, സെഗ്മെൻറ്റേഷനിൽ നിന്ന് ഒരെണ്ണം എപ്പോഴും കാണാറുള്ളതാണ്, നോക്കി വയ്ക്കണം. ശരിക്കും പറഞ്ഞാൽ സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. സെഗ്മെൻറ്റേഷനിലെ
പലതരത്തിലുള്ള സെഗ്മെൻറ്റേഷൻ ഉള്ള പ്രൊഡക്റ്റ് സെഗ്മെൻറ്റേഷൻ, സൈക്കോഗ്രാഫിക്, ജിയോഗ്രാഫിക്, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം പലപ്പോഴും വരാറുള്ളതാണ്. പിന്നെ മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് ആണ് ആദ്യത്തിലത്തെ ഏതെങ്കിലും ഒരു ചോദ്യം, സിംപ്ലസ്റ്റ് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ചോദ്യം മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സിൽ നിന്ന് വരാറുണ്ട്. ഓക്കെ, അതിപ്പോൾ നമ്മൾ എന്താണ് മാർക്കറ്റിംഗ്, അതുപോലെ തന്നെ സെല്ലിങ്ങും മാർക്കറ്റിങ്ങും തമ്മിലുള്ള ഡിഫറൻസ്, കസ്റ്റമർ ആരാണ്, കൺസ്യൂമർ ആരാണ്, അങ്ങനത്തെ കൺസെപ്റ്റുകളൊക്കെ ഇല്ല, ഇതൊക്കെ കവർ ചെയ്ത് പോകണം കേട്ടോ. കൺസ്യൂമർ ബിഹേവിയറിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള, ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ നിന്ന് മൊത്തം ഒരു ചോദ്യം വരാറ്, കൺസ്യൂമർ ബിഹേവിയർ ഇൻക്ലൂഡ് ചെയ്തിട്ട് ഒരു ചോദ്യം. അപ്പോൾ പ്രൊമോഷനിൽ നിന്ന് ഒരെണ്ണം, ഇതിൽ നിന്ന് ഒരെണ്ണം, 2, 3, 5, 6, 7, 8 ചോദ്യങ്ങൾ. പിന്നെ ബാലൻസ് ഒരു അഡീഷണൽ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ മിക്കതും ഈ പറയുന്ന ഇതിൻ്റെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് പറഞ്ഞില്ലേ, കൺസ്യൂമർ ബൈയിങ് ഡിസിഷൻസ്, അതിൻ്റെ കൺസെപ്റ്റ് നോക്കി വയ്ക്കണം. ഒന്നുകിൽ അതോ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു ഈ പ്രൊമോഷനിൽ നിന്ന് 1 മുതൽ 2 വരെ ചോദ്യങ്ങൾ വരാമെന്നുള്ളത്. അപ്പോൾ അഡീഷണൽ ഒരു ക്വസ്റ്റ്യൻ അങ്ങനെയാവാൻ വരാം. അപ്പോൾ ബേസിക്സിൽ നിന്ന് ഒരെണ്ണം തന്നെ വരാറുള്ളൂ. പിന്നെ ഈ പറയുന്ന കൺസ്യൂമർ ബൈയിങ് എന്താണ്, ഇൻഫ്ലുവൻസിങ് ബൈയിങ് ഡിസിഷൻ, അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ളൊരു ചോദ്യം വരാറുള്ളത് തന്നെയാണ്. പല പേപ്പറിലും ഒരെണ്ണമെങ്കിലും ഇടാറുണ്ട് അവർ. അപ്പോൾ അത് വരാം. CRM ഒരെണ്ണം, അപ്പം 3, സെഗ്മെൻറ്റേഷൻ 4, പ്രൊഡക്റ്റിൽ നിന്ന് 2 എണ്ണം, 6, PLC ഒരെണ്ണം, 7, പുഷ് പുൾ അതിൽ നിന്ന് 8, പിന്നെ ഇവിടെ പ്രൊമോഷനിൽ നിന്ന് മിനിമം 1 മുതൽ 2 ചോദ്യങ്ങൾ വരെ. അപ്പോൾ ഇങ്ങനെയാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റിൻ്റെ അലോക്കേഷൻ സാധാരണ കണ്ടു വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർക്കറ്റിങ്ങിൻ്റെ ബേസിക്സ് ഒക്കെ നോക്കി ഈ പറയുന്ന പ്രൊമോഷൻ നന്നായിട്ട് നോക്കുക. പുഷ് പുള്ള്, PLC അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ട് മെയിനായിട്ട് ഫോക്കസ് ചെയ്ത് നോക്കണം. 10 ചോദ്യങ്ങൾ ഞാൻ പറഞ്ഞു, ഏറ്റവും കൂടുതൽ ടഫസ്റ്റ് മൊഡ്യൂള്. ചോദ്യങ്ങൾ പഠിക്കുമ്പോൾ എളുപ്പവും ചോദ്യങ്ങൾ വരുമ്പോൾ ഡിഫിക്കൽട്ടായിട്ടും വരുന്ന മൊഡ്യൂളായിട്ട് ഇപ്പോൾ മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് മാറുന്നുണ്ട്. കാരണം ഒക്കെ റിയൽ ലൈഫ് എക്സാമ്പിൾസ് വെച്ചുള്ള ചോദ്യങ്ങളാണ് വരുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോഴാണെങ്കിലും ആ ഒരു തോട്ടിൽ പഠിക്കുക, കൺസെപ്റ്റ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഇനി പഠിക്കുമ്പോൾ എങ്ങനെ പ്രയോറിറ്റൈസ് ചെയ്യണമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൺസെപ്റ്റ് ഈ പറയുന്ന കൺസ്യൂമർ ബിഹേവിയർ നോക്കുക. അതിനുശേഷം സെഗ്മെൻറ്റേഷനിലോട്ട് ഫോക്കസ് ചെയ്തുള്ള സെഗ്മെൻറ്റേഷൻ പഠിക്കാൻ കുറച്ചും കൂടിയും ഈസിയാണ്. അതിനുശേഷം ഞാൻ പറയാം PLC സെപ്പറേറ്റ് എടുത്ത് പഠിക്കുക. പ്രൊഡക്റ്റ് അതേ ഓർഡറിൽ പഠിക്കണമെന്ന് ഞാൻ പറയില്ല. PLC കൂടുതൽ എടുത്ത് പഠിക്കുക. പുഷ് പുള്ള് നോക്കുക, പ്രൊമോഷൻ നോക്കുക. അതിനുശേഷം ഈ പ്രോസസ് ഓഫ് കൺസ്യൂമർ ബൈയിങ്, അതുപോലെ തന്നെ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ്, CRM, ആ ഒരു ഏരിയയിലോട്ട് പോയാൽ മതി. അപ്പോൾ ഈ ഒരു ഏരിയ അവസാനം പഠിച്ചാൽ മതി. അപ്പോൾ ഇൻട്രൊഡക്ഷൻ നോക്കിയതിന് ശേഷം ഞാൻ പറയാം PLC, പുഷ് പുള്ള്, പ്രൊമോഷൻ നോക്കുക. അതിനുശേഷം ബാലൻസ് ഉള്ള ഏരിയ പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ കുറച്ചും കൂടി കംഫർട്ടബിൾ ആയിരിക്കും. അപ്പോൾ ഒരു 7നേക്കാൾ കൂടുതൽ ചോദ്യങ്ങളിലോട്ട് എത്താൻ വളരെ പാടുള്ളതാണ്. ബിക്കോസ് ഒക്കെ ഇൻഡയറക്റ്റ് മോഡ് സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലുള്ള ചോദ്യങ്ങൾ വരുമ്പോൾ നമുക്കിതിൽ കൺഫ്യൂഷൻ കൂടാൻ സാധ്യതയുണ്ട്. 10 നോക്കുമ്പോൾ മിക്കതും കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് വിടാൻ. നമ്മളങ്ങനെ എല്ലാം വിട്ട് കഴിഞ്ഞാലും ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതാണ് മാർക്കറ്റിംഗ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന മൊഡ്യൂളിൻ്റെ പ്രത്യേകത. കുറച്ച് ക്വസ്റ്റ്യൻ പേപ്പറുകളായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇത് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട മൊഡ്യൂൾ തന്നെയാണ്. തിയറി ആണെന്ന് പറഞ്ഞിട്ട് മാറ്റി വയ്ക്കരുത് അവസാനത്തേക്കൊന്നും. ഇനി ലാസ്റ്റ് മൊഡ്യൂൾ ഇനി ഓഡിറ്റിംഗ് ആണ്. സോ നമുക്കത് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും കമൻറ്റ് ചെയ്യുക. അതിനുള്ള മറുപടി ഞാൻ വീഡിയോസിലൂടെ നൽകുന്നതായിരിക്കും. നമ്മുടെ മൊഡ്യൂൾ വൈസ് അനാലിസിസിന് ശേഷം നെക്സ്റ്റ് സീരീസ് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇപ്പോൾ MCOM ചെയ്യുന്ന കുട്ടികൾ, ജോലിക്ക് പോകുന്നവർ, കുറച്ച് ഗ്യാപ്പുള്ളവർ, എല്ലാവർക്കും യൂസ്ഫുൾ ആവുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സസ് വരുന്നത്. ഞാൻ പറഞ്ഞു റെക്കോർഡഡ് ഉള്ളതുകൊണ്ട് തന്നെ ലൈവ് സെഷൻസ് അറ്റൻഡ് ചെയ്യണമെന്നില്ല. MCQ പ്രാക്ടീസസ് ഒരുപാടുണ്ടായിരിക്കും. അതൊക്കെ നമ്മുടെ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് ആക്സസ് ചെയ്യാൻ യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.